പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സീറോ മലബാർ സഭ നേതൃത്വം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉൾപ്പെടെയുള്ളവർ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രധാനമന്ത്രിയെ കാണും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വി ജി ചേരുന്നു. വിനീത, പറയൂ. നേരത്തെ തന്നെ ചില കാര്യങ്ങളിൽ, അതായത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ക്രൈസ്തവ സഭയ്ക്ക് ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഒരു കൂടിക്കാഴ്ച എന്ന നിലയിൽ കൂടി ഇത് വളരെ പ്രസക്തമാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ, വിനീത? തീർച്ചയായും ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ, ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ പുരോഹിതർക്കും വിശ്വാസികൾക്കും നേരെയുണ്ടായ ആക്രമണങ്ങളുണ്ട്. ഈ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശങ്കകളൊക്കെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ റാഫേൽ തട്ടേൽ പിതാവ് സൂചിപ്പിച്ചേക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മതപരിവർത്തന നിരോധന നിയമത്തിനെതിരെയൊക്കെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കും സഭാ നേതൃത്വമൊക്കെ വലിയ രീതിയിലുള്ള ആശങ്കകളൊക്കെ തന്നെ സഭാധ്യക്ഷന്മാരൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ, പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഏതാണെങ്കിലും പ്രധാനമന്ത്രിയെ കാണാൻ സീറോ മലബാർ സഭ ഇന്ന് ഡൽഹിയിൽ സഭാധ്യക്ഷൻ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടിക്കാഴ്ച ഇന്ന് വൈകിട്ട് 3 മണിയോടെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കൂടിക്കാഴ്ച നടത്തുക. കൂടിക്കാഴ്ചയിൽ നേരത്തെ തന്നെ ഈ കിരൺ റിജിജു പറഞ്ഞ ഒരു പ്രസ്താവനയൊക്കെ അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ കത്തോലിക്ക വിഭാഗക്കാർ മതപരിവർത്തനം നടത്താറില്ലെന്നും അവർ ആശയമാണ് പ്രചരിപ്പിക്കുന്നതെന്നും ഒക്കെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ കൂടി നടക്കുന്ന ഒരു കൂടിക്കാഴ്ച തന്നെയാണിത്. ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായ ഈ ക്രൈസ്തവ പുരോഹിതർക്കും വിശ്വാസികൾക്കും ഒക്കെ നേരെ ഉണ്ടായ ആക്രമണങ്ങളൊക്കെ ഉണ്ട്. അത് സഭയൊക്കെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തിയിരുന്നതും ആ ആശങ്ക അധ്യക്ഷന്മാർ തന്നെ വളരെ വ്യക്തമായി തുറന്നു പറഞ്ഞതും ഒക്കെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയ്ക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതും. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അത്തരം ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശങ്കകൾ ഉൾപ്പെടെ ഒരുപക്ഷെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും വൈകിട്ട് 3 മണിയോടുകൂടി കൂടിക്കാഴ്ചയുണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.